പ്രചരണങ്ങളിൽ തളരില്ലെന്ന് തൃശൂരിലെ എൻഡിഎ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. വനവാസി ഊരിലെ ജനങ്ങളുടെ വോട്ട് ചേർക്കാത്തതിനാലാണ് പ്രവർത്തകരെ ശാസിച്ചത്. പ്രവർത്തകരെ ശാസിക്കാനുള്ള അവകാശം തനിക്കുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കുപ്രചാരണം നടത്തുന്നവർക്കുള്ള മറുപടി ജനങ്ങൾ കൊടുക്കുമെന്നും സുരേഷ് ഗോപി തൃശൂരിൽ വ്യക്തമാക്കി. ഇത് അവിടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് അവരുമായിട്ട് കാപ്പിയൂടി അല്ല, ഇവരല്ല, മറ്റവരാ കളിച്ചത്. ഇത് അവിടെ ആളുണ്ടായിരുന്നു. അവർ ആ കുട്ടികളെ കാണാത്തതിൻ്റെ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് അതിലായിരുന്നു. അവിടുന്ന് ഓടി വന്ന് ഞങ്ങൾ കാപ്പുകൂടിയെല്ലാം കഴിഞ്ഞ് കാറി കയറിയപ്പോൾ ആദിവാസികൾ വന്ന് എൻ്റെ പ്രവർത്തകരുടെ മുമ്പിൽ വെച്ച് പറയുന്നു, ഞങ്ങളുടെ വോട്ടുകൾ ചേർത്തിട്ടില്ല, 18 വയസ്സ് തികഞ്ഞ കുട്ടികൾക്ക് വോട്ടില്ല. അപ്പോൾ പിന്നെ എൻ്റെ അണികളെ ഞാൻ വഴക്ക് പറയും, അതിനുള്ള അവകാശം എനിക്കുണ്ട്. അതാണ് കേപ്പബിലിറ്റി. നാളെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ് ഇതുപോലെ ഞാൻ അവിടെ പോയി കുടിയാണ്ട് കിടക്കാനൊക്കത്തില്ല. അപ്പോൾ ഈ പ്രവർത്തകർ വേണം അങ്ങനെയുള്ള വിഷയങ്ങൾ എത്തിക്കാൻ. ഇവരെത്തിച്ചില്ല, ഞങ്ങൾ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ അന്നും ഇതുപോലെ വഴക്ക് പറയും. അതിൻ്റെ സൂചനയാണ് നൽകിയത്. അതിനുള്ള അധികാരം എനിക്കുണ്ട്. ഞാൻ എൻ്റെ പാർട്ടി വർക്കേഴ്സിനെയാണ്, അവരെ തലോടാനും അവരെ വഴക്ക് പറയാനുമുള്ള അവകാശം എനിക്കുണ്ട്. അത് ചില ഉദ്ദേശത്തോടെ അത് ആവശ്യമില്ല. ആളുണ്ടായിരുന്നോ ഇല്ലോ എന്ന് കണ്ടില്ലേ അല്ലേ? തിരുവനന്തപുരത്തേക്ക് പോകുന്നൊക്കെ വെറുതെ പറഞ്ഞല്ല, അതൊക്കെ അവരെ പേടിപ്പിക്കുന്നതിൻ്റെ ഒരു മാർഗം തന്നെയാണ്. അങ്ങനെയാണ് അവർ ചെയ്യാനുള്ള ജോലി അവർ ചെയ്യണം. ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജോലി ചെയ്യാനൊക്കത്തില്ല. നാളെ ജയിച്ചു കഴിഞ്ഞാലും പാർട്ടിയുടെ അണികളാണ് ഓരോ ഗ്രാസ് റൂട്ടിലും പോയി എന്താണ് വിഷയങ്ങൾ എന്നുള്ളത് എൻ്റെ അടുത്ത് എത്തിക്കേണ്ടത്. അതല്ലേ ഞാൻ പിന്നെ ആക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു ചെറിയ സാമ്പിളാണ് അവിടെ കണ്ടത്, അത്രയേ ഉള്ളൂ. പ്രചരിപ്പിച്ചത് ജനങ്ങൾ മനസ്സിലാക്കിക്കോളും. കാരണം അവിടെ അവരുടെ കൂടെ കാപ്പ് പിടിച്ചത് എത്ര പേരുണ്ടായിരുന്നു എന്നുള്ള വീഡിയോ ഞാൻ ഇന്ന് ഇടും. ഇട്ടിട്ട് ഞാൻ അത് ചെയ്ത ആൾക്കാർക്ക് ഒരു ലേബൽ കൊടുക്കും. അതുകൂടെ സഹിച്ചോണ്ടാണ് അറിയാം. പോരെ, മതിയാ മതിയാ. ഈ വക്രം കൊണ്ടൊന്നും ജനങ്ങളെ ഇനി കബളിപ്പിക്കാനൊക്കത്തില്ല. നിങ്ങൾ മോദി എന്ന് പറഞ്ഞ മനുഷ്യനെ എന്തെല്ലാം പറഞ്ഞു, ലോകത്തിൻ്റെ നെറുകയിൽ കൊണ്ടുചെന്ന് ഭാരതത്തെ നാട്ടിയ അത് തന്നെ. നിങ്ങൾ എത്രത്തോളം അവഹേളിക്കുമോ അത്രത്തോളം ഞങ്ങൾ ഉയർക്കും. റിസറക്ഷൻ, we will rise. Thank you. തൃശ്ശൂരിന്റെ മണ്ണ് സുരേഷ് കൊടുത്തിരിക്കും. Thank you. ഇപ്പൊ ഇത് തന്നെയും ഇവര് കൃത്യമായിട്ട് സംരക്ഷണം ചെയ്യും. ഇതിനകത്തുനിന്ന് എടുത്ത് ഇനി കൃമി തരിവെറുക്കാനൊക്കെ വരും. ഞങ്ങൾ കൂടെ സുരേഷ്